ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ, കണ്ടീഷൻ ഫോർ മിനിമം കംപ്രസർ വർക്ക് വിത്ത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ്. സെക്കൻഡ് വൺ, കണ്ടീഷൻ ഫോർ മാക്സിമം ടർബൈൻ വർക്ക് ഇൻ റീഹീറ്റ് സൈക്കിൾ. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വൺ, കണ്ടീഷൻ ഫോർ മിനിമം കംപ്രസർ വർക്ക് വിത്ത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഇൻ്റർകൂൾഡ് സൈക്കിളിൻ്റെ TS ഡയഗ്രാമാണ്. ഇൻ്റർകൂൾഡ് സൈക്കിളിൽ രണ്ട് കംപ്രസർ ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ കംപ്രസേഴ്സ് ഉണ്ടാവും. കംപ്രസേഴ്സ് എന്തുണ്ടാവും? ഒരു ഇൻ്റർ കൂളർ ഉണ്ടാവും. ഓക്കെ, ഇതിൽ പ്രോസസ് 1-2 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷൻ, ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്. 2-3 എന്ന് പറയുന്നത് ഇൻ്റർ കൂളിംഗ് ആണ്, കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. അതേമാതിരി 3-4 എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് കംപ്രഷനാണ്. ഓക്കെ, ഇതെപ്പോഴാണ് പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ് എന്ന് പറയുക? T1 = T3 എന്ന് പറയുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഫസ്റ്റ് കംപ്രസറിൽ എൻ്റർ ചെയ്യുന്ന ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്യണം? സെക്കൻഡ് സ്റ്റേജ് കംപ്രസറിലും എൻ്റർ ചെയ്യണം. അല്ലെങ്കിൽ ആ കൂളിംഗ് എന്ന് പറയുന്നത് ആ ഇനീഷ്യൽ ടെമ്പറേച്ചർ വരെ കൂൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ് എന്ന് പറയുന്നത്. നോക്കാം, അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. പ്രഷറിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ്റർമീഡിയറ്റ് പ്രഷറിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിൽ വർക്ക് ഇൻപുട്ട് ടു ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷൻ WC1 എന്ത് ഇക്വേഷൻ വരും? CP × 1-2 ആണ് ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷൻ, CP × T2 - T1. ഓക്കെ, ഇനി വർക്ക് ഇൻപുട്ട് ടു സെക്കൻഡ് സ്റ്റേജ് കംപ്രഷൻ എന്ത് വരും? WC2 = CP × T4 - T3. ടോട്ടൽ വർക്ക് ഇൻപുട്ട് എന്തായിരിക്കും? WC എന്ന് പറഞ്ഞാൽ WC1 + WC2, അതായത് CP × T2 - T1 + CP × T4 - T3. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തിൽ നിന്ന് എന്തുണ്ട്? T1 പുറത്തെടുക്കുന്നത്, സെക്കൻഡിൽ നിന്ന് T3 പുറത്തെടുക്കുന്നത്. ഇക്വേഷൻ അങ്ങനെ മാറും. WC = CP × T1 ബ്രാക്കറ്റിൽ T2/T1 മൈനസ് പ്ലസ് CP T3 × T4/T3 -1. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? പ്രോസസ് 1-2 കൺസിഡർ ചെയ്യുന്നത്. അതെന്താണ്? ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്, അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് ആണ്. അതിന് അഡിയബാറ്റിക് റിലേഷൻ അപ്ലൈ ചെയ്യുന്നത്. P1/T1 Γ/Γ -1 = P2/T2 Γ/Γ -1. ഓക്കെ, തൊട്ട് മുമ്പിൽ തന്നെ ഇക്വേഷനിൽ ടെമ്പറേച്ചർ റേഷ്യോന് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതിലെന്ത് ചെയ്യുന്നത്? T2/T1 = എന്ത് കിട്ടും? P2/P1 Γ - 1/Γ. സിമിലർ പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്? പ്രോസസ് 3-4 അപ്ലൈ ചെയ്യുന്നത്. അഡിയബാറ്റിക് റിലേഷൻ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം T4/T3 എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നു. ഇനി എന്താ ചെയ്യുക? ഈ T2/T1 T4/T3 എന്ത് ചെയ്യുന്നത്? ഈ ഇക്വേഷനിൽ WC = CP × T1 T2/T1 -1 + CP T3 T4/T3 -1. ഈ ഇക്വേഷനിൽ T2/T1 T4/T3 എന്താണ്? എക്സ്പ്രഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അന്നേരം കംപ്രസർ വർക്കിൻ്റെ ഇക്വേഷൻ എന്തായി മാറും? WC = CP T1 × P2/P1 Γ - 1/Γ -1 + CP T3 × P4/P3 Γ - 1/Γ -1. ഓക്കെ, ഇനി എന്താണ്? പെർഫെക്റ്റ് ഇൻ്റർ കൂളിങ്ങിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? T1 = T3 ആണ്. ഓക്കെ, ഇനി എന്താ? ഈ T3 വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൻ്റെ കോമൺ ടേംസ് പുറത്തെടുത്താൽ എന്ത് കിട്ടും? WC = CP T1 × P2/P1 Γ - 1/Γ + P4/P3 Γ - 1/Γ -2. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഈ ഒരു ടേം Γ - 1/Γക്ക് പകരം K ഉപയോഗിക്കുന്നത്. പിന്നെന്താ? ഇത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ് 2-3 എന്ന് പറയുന്നത്. അതായത് P2 = P3 ആണ്. ഈ ഇക്വേഷനിൽ ഈ P3 വരെ എന്ത് കൊടുക്കുന്നത്? P2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ അങ്ങനെ മാറും. WC = CP T1 × P2/P1 K + P4/P2 K -2. ഇനി ചെയ്യേണ്ടത് ഇക്വേഷൻ 2ന് എന്ത് ചെയ്യുന്നു? ഇൻ്റർമീഡിയറ്റ് പ്രഷർ P2 എന്ന് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് 0 ഇക്വേറ്റ് ചെയ്യണം. ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു P2 ആൻഡ് ഇക്വേറ്റ് ടു 0. ഓക്കെ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? CP × T1 കോൺസ്റ്റൻ്റ് ആണ്, 2 കോൺസ്റ്റൻ്റ് ആണ്. ഫസ്റ്റ് ടേം എന്ത് വരും? 1/P1 K ഉണ്ട്. പിന്നെന്താ? K × P2 K - 1 + സെക്കൻഡ് ടേമിൽ എന്ത് വരും? P4 K ഉണ്ട്
1 ബൈ പി ടു റേസ് ടു കെൻ്റെ ഡിഫറൻഷ്യൽ വരിക മൈനസ് കെ ഇൻറ്റു പി ടു റേസ് ടു മൈനസ് കെ മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇതിനെ റൈറ്റിലോട്ട് കൊണ്ടുപോയാൽ 0 ആയി. ബാക്കി ഇതിനെ ഇക്വേഷനിലോട്ട് മാറ്റുന്നു. ലെഫ്റ്റ് സൈഡ് എന്തുണ്ടാവും? കെ ഇൻറ്റു പി ടു റേസ് ടു കെ മൈനസ് 1 ബൈ പി വൺ റേസ് ടു കെ ഈസ് ഈക്വൽ ടു മൈനസ് ഉണ്ട്. റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന സമയത്ത് അത് പോസിറ്റീവായി. കെ ഇൻറ്റു പി ഫോർ റേസ് ടു കെ ഇൻറ്റു പി ടു റേസ് ടു മൈനസ് കെ മൈനസ് 1. അടുത്ത സ്റ്റേജിൽ ആ പി ടു വരുന്ന ടേംസൊക്കെ എന്താണ്? ലെഫ്റ്റ് സൈഡിലാക്കി ബാക്കി ടേംസ് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഇവിടെ പി ടു എന്ന് വരുന്ന ടേംസ് ലെഫ്റ്റ് സൈഡ് എന്താ വരിക? പി ടു റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു പി ടു റേസ് ടു ഇത് പി ടു റേസ് ടു മൈനസ് കെ മൈനസ് 1 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്താ? പി ടു റേസ് ടു കെ പ്ലസ് 1 ആയി. റൈറ്റ് സൈഡിൽ എന്തായില്ലേ? 2 കെ ക്യാൻസൽ ആയിട്ടുണ്ട്. ബാക്കി റൈറ്റ് സൈഡിൽ പി ഫോർ റേസ് ടു കെ ഉണ്ട്. ഈ പി വൺ റേസ് ടു കെ റൈറ്റ് സൈഡിലോട്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? പി ടു റേസ് ടു 2k ഈസ് ഈക്വൽ ടു പി വൺ പി ഫോർ റേസ് ടു കെ. അല്ലെങ്കിൽ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? പി ടു ഈസ് ഈക്വൽ ടു റൂട്ട് പി വൺ പി ഫോർ. അതായത് ഇൻ്റർമീഡിയറ്റ് പ്രഷർ പി ടു അല്ലെങ്കിൽ പി ത്രീ ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് ഇനീഷ്യൽ പ്രഷർ ഇൻറ്റു ഫൈനൽ പ്രഷർ. ഓക്കെ, ഇതാണ് മിനിമം കംപ്രസർ വർക്കിൻ്റെ എക്സ്പ്രഷൻ, പ്രഷറിൻ്റെ എക്സ്പ്രഷൻ, ഇൻ്റർമീഡിയറ്റ് പ്രഷർ. അടുത്തത് സെക്കൻഡ് വൺ, കണ്ടീഷൻ ഫോർ മാക്സിമം ടർബൈൻ വർക്ക് ഇൻ റീഹീറ്റ് സൈക്കിൾ. റീഹീറ്റ് സൈക്കിൾ എന്താ ഉള്ളത്? 2 ടർബൈൻസ് ആണുള്ളത്. 3-4 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റേജ് എക്സ്പാൻഷനാണ്. 4-5 എന്ന് പറയുന്നതാണ് റീഹീറ്റിംഗ് പ്രോസസ്സ്. അതിനുശേഷം 5-6 എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് സ്റ്റേജ് എക്സ്പാൻഷനാണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഈ T3 എന്ന് പറയുന്ന ടെമ്പറേച്ചറും T5 എന്ന് പറയുന്ന ടെമ്പറേച്ചറും ഇവിടെ സെയിം ആണ്. അതായത് ഫസ്റ്റ് സ്റ്റേജ് എക്സ്പാൻഷൻ ശേഷം റീഹീറ്റ് ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചർ വരെയാണ്? ഫസ്റ്റ് ടർബൈനിൽ ഏത് ടെമ്പറേച്ചറിലാണോ എൻ്റർ ചെയ്യുന്നത് സെയിം ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്? റീഹീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും ഇൻ്റർമീഡിയറ്റ് പ്രഷറിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ വർക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? വർക്ക് ഔട്ട്പുട്ട് ഫ്രം ഫസ്റ്റ് സ്റ്റേജ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സി പി ഇൻറ്റു T3 മൈനസ് T4 ആണ്. അതേമാതിരി സെക്കൻഡ് സ്റ്റേജിലെ എക്സ്പാൻഷൻ വർക്ക് എന്താ? സി പി ഇൻറ്റു T5 മൈനസ് T6 ആണ്. ടോട്ടൽ വർക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഡബ്ല്യു ടി ഇസ് ഈക്വൽ ടു WT1 പ്ലസ് WT2 ആണ്. ഇസ് ഈക്വൽ ടു എന്താ? സി പി ഇൻറ്റു T3 മൈനസ് T4 പ്ലസ് സി പി ഇൻറ്റു T5 മൈനസ് T6. ഇനി എന്ത് ചെയ്യുന്നത്? ഫസ്റ്റത്തെ ടേം എന്താ? T3 പുറത്തെടുക്കുന്ന, സെക്കൻഡിൽ നിന്ന് T5 പുറത്തെടുക്കുന്നത്. ഇക്വേഷൻ എങ്ങനെ മാറും? WT ഇസ് ഈക്വൽ ടു സി പി ഇൻറ്റു T3 ഇൻറ്റു 1 മൈനസ് T4 ബൈ T3 പ്ലസ് സി പി T5 ഇൻറ്റു 1 മൈനസ് T6 ബൈ T5. ഇനി ആ T4 ബൈ T3 ആൻഡ് T6 ബൈ T5 ഈ 2 ടേംസിനും എന്താണ്? ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രഷറിൻ്റെ ടേംസിൽ ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് സെയിം ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി പ്രോസസ്സ് 3-4 എന്താണ്? ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. അതിന് അഡിയബാറ്റിക് റിലേഷൻ അപ്ലൈ ചെയ്ത് ഏത് ടെമ്പറേച്ചർ റേഷ്യോ കണ്ടുപിടിച്ചു? T4 ബൈ T3 കണ്ടുപിടിച്ചു. T4 ബൈ T3 ഈസ് ഈക്വൽ ടു P4 ബൈ P3 റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഇനി എന്താ? പ്രോസസ് 5-6ഉം ഐസെൻട്രോപ്പിക് ആണ്. അതിനും അഡിയബാറ്റിക് റിലേഷൻ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഏത് ടെമ്പറേച്ചർ റേഷ്യോ കണ്ടുപിടിക്കുന്നത്? T6 ബൈ T5 ഈസ് ഈക്വൽ ടു P6 ബൈ P5 റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഓക്കെ, ഇനി ആദ്യത്തെ ആ ടർബൈൻ വർക്കിൻ്റെ ഇക്വേഷനിൽ ടെമ്പറേച്ചർ റേഷ്യോന് പകരം പ്രഷർ റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇക്വേഷൻ അത് കിട്ടും. WT ഈസ് ഈക്വൽ ടു സി പി T3 ഇൻറ്റു 1 മൈനസ് P4 ബൈ P3 റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ പ്ലസ് സി പി T5 ഇൻറ്റു 1 മൈനസ് P6 ബൈ P5 റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഓക്കെ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 2 ടർബൈൻ്റെയും ഇൻലെറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെയിം ആണ്. എല്ലാം റീഹീറ്റ് ചെയ്യുന്ന സെയിം ടെമ്പറേച്ചറിലോട്ടാണ്. അതുകൊണ്ട് T3 ഈസ് ഈക്വൽ ടു T5 ആണ്. ഈ T5 വരെ എന്ത് കൊടുക്കുന്നത്? T3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കോമൺ ടേംസൊക്കെ പുറത്തെടുത്തിട്ട് ആഡ് ചെയ്യുന്നത്. അന്നേരം എന്ത് കിട്ടും? WT ഈസ് ഈക്വൽ ടു സി പി T3 ഇൻറ്റു 2 മൈനസ് P4 ബൈ P3 റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് P6 ബൈ P5 റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഓക്കെ, ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗാമ മൈനസ് 1 ബൈ ഗാമക്ക് കെ എടുത്തു. അതേപോലെ എന്താണ്? പ്രോസസ് 4-5 എന്ന് പറയുന്നത് റീഹീറ്റിംഗ് ആണ്. കോൺസ്റ്റൻറ്റ് പ്രഷർ റീഹീറ്റിംഗ് ആണ്. അല്ലെങ്കിൽ P4 ഈസ് ഈക്വൽ ടു P5 ആണ്. ഈ P5 വരെ എന്തെടുക്കുന്നത്? P4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. WT ഈസ് ഈക്വൽ ടു സി പി T3 ഇൻറ്റു 2 മൈനസ് P4 ബൈ P3 റേസ് ടു കെ മൈനസ് P6 ബൈ P4 റേസ് ടു കെ. ഇക്വേഷൻ നമ്പർ 2. ഇനി എന്താ ചെയ്യുന്നത്? ഇക്വേഷൻ നമ്പർ 2നെ
വിത്ത് റെസ്പെക്ട് ടു ഇൻ്റർമീഡിയറ്റ് പ്രഷർ P4 വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് സീറോയിലോട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് കിട്ടും? dWt/dP4 ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റത്തെ ടേം കോൺസ്റ്റൻ്റ് ആണ്, 2ഉം കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, മൈനസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 1/P3k ഇൻറ്റു P4k-1. റൈറ്റിലെ ടേം ആണെങ്കിൽ P6k കോൺസ്റ്റൻ്റ് ആണ്. 1/P4k ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എന്ത് കിട്ടും? -k ഇൻറ്റു P4k-1 ഈക്വൽ ടു 0. ഓക്കെ, ഇനി റീഅറേഞ്ച് ചെയ്യുന്ന ക്യാൻസൽ ചെയ്യാൻ ഇത് ഈ ടേം എന്തായി? 0 ആയി പോവും. ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ മൈനസ് എന്തായി? പോസിറ്റീവായി. എന്ത് കിട്ടും? k ഇൻറ്റു P4k-1/P3k ഈസ് ഈക്വൽ ടു k ഇൻറ്റു P6k ഇൻറ്റു P4k-1. ഇനി എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിലോട്ട് P4ൻ്റെ ടേംസിലൊക്കെ ലെഫ്റ്റ് സൈഡിലോട്ടാക്കി ബാക്കി രണ്ട് ടേംസും റൈറ്റിലോട്ട് കൊണ്ടുപോയി സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ലാസ്റ്റ് P4 ഈസ് ഈക്വൽ ടു √P3 P6 കിട്ടും. അതായത് ഇൻ്റർമീഡിയറ്റ് പ്രഷർ P4 ഈസ് ഈക്വൽ ടു എന്താ? √P3 ഇൻറ്റു P6. ഇൻ്റർമീഡിയറ്റ് പ്രഷർ എന്ന് വെച്ചാൽ ഇനീഷ്യൽ പ്രഷറിൻ്റെയും ഫൈനൽ പ്രഷറിൻ്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് റൂട്ട് എടുത്താൽ എന്തായി? ഇൻ്റർമീഡിയറ്റ് പ്രഷറായി. ഇതാണ് മാക്സിമം വർക്ക് കിട്ടാനുള്ള റീഹീറ്റ് സൈക്കിളിൻ്റെ ക്രൈറ്റീരിയ.